റേക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പ്രപഞ്ചത്തിലെ ശക്തികളെ നമ്മുടെ കൈകളിലേക്കെടുത്ത് നമ്മളത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. അതാണ് റേക്കിയുടെ ഉദ്ദേശം. ക്ഷേത്രത്തിൽ പോകാൻ തോന്നാതിരിക്കുക, നല്ല മനുഷ്യരോട് സംസാരിക്കാൻ തോന്നാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ അവർക്ക് എന്തോ നെഗറ്റീവ് എനർജി വന്നു പറയും. ഈ നെഗറ്റീവ് എനർജി മാറ്റാനായിട്ട് നമ്മൾ ചക്രാസിനൊക്കെ ഹീൽ ചെയ്യണം. മണിക്കൂറുകൾ പിടിക്കും. കുളിക്കണമെന്നോ ഒന്നുമില്ല റേക്കി ചെയ്യാനായിട്ട്. ഈഗോ അവർ വരുമ്പോഴാണ് നമുക്ക് രണ്ടുപേരുടെയും ഹീൽ ചെയ്ത് മാറ്റേണ്ടി വരും. ഇത് ചെയ്യുന്ന സമയത്ത് വേറെ ആളെടുത്ത് അവരിലേക്ക് നെഗറ്റീവ് കയറി പിടിക്കും. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് വേണം ചെയ്യാൻ. ഒറ്റയ്ക്ക് റൂമിലിരുന്ന് ചെയ്യുള്ളൂ. ഇതൊക്കെ പഴയ കാലത്ത് ഇരുമ്പിൻ്റെ സാധനം കൊടുക്കും കയ്യിൽ. ഇപ്പം അതൊന്നുമില്ല. അതിനാണ് ഇതൊക്കെ ഇടുന്നത്. ഈ മാലകളെക്കാളും നല്ലതാണ് ഏലസ്. രക്ഷസും സർപ്പവും പ്രസാദിച്ച നമ്മളെല്ലായി അത് ഉണ്ടാവില്ല. രക്ഷസ് എന്ന് പറഞ്ഞ ബാധ. നക്ഷത്രങ്ങളുടെ ഭാഷയും ഗ്രഹങ്ങളുടെ സന്ദേശങ്ങളും ജീവിതത്തിൻ്റെ വഴികളിൽ വെളിച്ചമേകുന്ന പുണ്യം ബൈ ഇന്ത്യ ലൈവിൻ്റെ ഈ ആത്മീയ ജ്യോതിഷയാത്രയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ജ്യോതിഷിയും റേക്കി മാസ്റ്ററുമായ ഡോക്ടർ രാജലക്ഷ്മി അമ്മയാണ്. മാഡം നമസ്കാരം. നമസ്കാരം. അമ്മ റേക്കി മാസ്റ്ററും കൂടെയാണ്. അതെ. ഈ ആഭിചാരം, കൂടോത്രം, അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് കാര്യങ്ങളുണ്ടല്ലോ, അത് ഈ റേക്കിയിൽ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷനോ അങ്ങനെ എന്തെങ്കിലും നമുക്കത് മാറ്റാനോ അങ്ങനെ എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടോ? റേക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ബുദ്ധൻ്റെ പ്രതിഭാസമാണ്. അത് നമ്മുടെ പ്രപഞ്ചത്തിലെ ശക്തികളെ നമ്മുടെ കൈകളിലേക്കെടുത്ത് നമ്മളത് മറ്റുള്ളവരിലേക്ക് കൊടുക്കുക. അതാണ് റേക്കിയുടെ ഉദ്ദേശം. അപ്പം നമ്മൾ സ്വയം ഇപ്പം നമുക്ക് വേദനയുള്ള സ്ഥലങ്ങൾ ഒക്കെ സ്ഥലങ്ങളാണെങ്കിൽ നമ്മൾ ഈ മുദ്രയൊക്കെ ഉണ്ട്. ഇതിന് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. മുദ്ര വെച്ചിട്ട് ഇങ്ങനെയൊക്കെ വെച്ചിട്ട് നോക്കി വ്യത്യാസം വരും. അപ്പോൾ പോസിറ്റീവ് തിങ്കിങ് ആണ്. അത് ഇപ്പോൾ ഒരാൾക്ക് ഗൂഢോത്രം വന്നു തോന്നുകയാണ്. തോന്നലായിരിക്കും മിക്കതും, മനസ്സിൻ്റെ തോന്നലാണ്. കാരണം നമുക്കിപ്പോൾ രാവിലെ എണീക്കാൻ തോന്നില്ല. സാധാരണ കൃത്യമായിട്ട് എഴുന്നേറ്റ് കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് ഒന്നും എണീക്കാൻ പറ്റാണ്ടാവുക, അതുപോലെ ഒന്നും ചെയ്യാൻ പറ്റാതാവുക, പിന്നെ വയറിലുണ്ടാവുന്ന അസ്വസ്ഥതകൾ ഉണ്ടാവും. അതുണ്ടാവും. മൊത്തത്തിലൊരു പ്രശ്നം. അതായത് ടയേർഡാവുക, വിളക്കെത്തിക്കാൻ തോന്നില്ല. എത്ര എനർജിക്ക് ആ സമയത്ത് പോയി കിടന്നുറങ്ങും, എന്താ തോന്നില്ല വിളക്കെത്തിക്കാൻ. അപ്പോൾ ഇതൊക്കെ ക്ഷേത്രത്തിൽ പോകാൻ തോന്നാതിരിക്കുക, നല്ല മനുഷ്യരോട് സംസാരിക്കാൻ തോന്നാതിരിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ അവർക്ക് എന്തോ നെഗറ്റീവ് എനർജി വന്നു പറയും. ഈ നെഗറ്റീവ് എനർജി മാറ്റാനായിട്ട് നമ്മൾ ചക്രാസിനൊക്കെ ഹീൽ ചെയ്യണം. ചക്രാസ് ഇപ്പോൾ സാധാരണ എക്സാമിന് പോകുന്ന കുട്ടികൾ അവരെല്ലാം പഠിച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ ചിലപ്പോൾ ഒന്നും ഓർമ്മയുണ്ടാവില്ല, ബ്ലാങ്ക് ആയിപ്പോവും. അത് വരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കൂടോത്രാണോ എന്ന് പറഞ്ഞുകൂടാ, ചിലപ്പോൾ അവരുടെ പേടി കൊണ്ടായിരിക്കാം, ടെൻഷൻ കൊണ്ടായിരിക്കാം. നല്ലോണം പഠിക്കുന്ന കുട്ടികളാണ്. വീട്ടിൽ അമ്മ ചോദിക്കുമ്പോൾ എല്ലാത്തിനും ഉത്തരം, എല്ലാത്തിനും 100 ക്ലാസ് ടെസ്റ്റിനൊക്കെ 100. പക്ഷേ എക്സാമിന് പോകുമ്പോൾ, പബ്ലിക് എക്സാമിന് പോകുമ്പോൾ, SSLC അങ്ങനത്തെ എക്സാമിനൊക്കെ പോകുമ്പോൾ വേറെ ടീച്ചേഴ്സാണ്, വേറെ കാര്യങ്ങളാണ്, ഒന്നും എഴുതാൻ കിട്ടില്ല. അങ്ങനെയുള്ള കുട്ടികൾ മോഡൽ ഇടുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികൾ സാധാരണ 100% കിട്ടുന്ന അവരെ പരീക്ഷയ്ക്ക് എഴുത്തില്ല. ഞാൻ കുറേ പേർക്ക് റേക്കി ചെയ്ത് കൊടുക്കാറ്. ഇപ്പം ഈ സമയത്തൊക്കെ തിരക്കായിരുന്നു എനിക്ക്, പരീക്ഷയുടെ സമയത്തൊക്കെ. അപ്പോൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ ഫോട്ടോ വാങ്ങിക്കണം. ഫോട്ടോ വാങ്ങിച്ചിട്ട് നമ്മൾ ഓരോ ചക്രാസിലും ഉള്ള നെഗറ്റീവിനെ നമ്മൾ മാറ്റുന്നു. ഉപ്പുവെള്ളം വെച്ച് അതിലേക്ക് മാറ്റും. എൻ്റെ രീതിയാണ് കേട്ടോ, എല്ലാ രീതിയും എനിക്കറിഞ്ഞൂടാ. അപ്പോൾ അങ്ങനെ ഉപ്പുവെള്ളം വെച്ചിട്ട് ആ നെഗറ്റീവിനെല്ലാം നമ്മൾ മാറ്റും. നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് കണ്ട്, നേരിട്ട് കണ്ടാൽ നല്ലത്. എല്ലാവർക്കും നേരിട്ട് വരാൻ പറ്റില്ല. ദൂരെയുള്ള ആൾക്കാരായിരിക്കും, വിദേശത്തുള്ളവരായിരിക്കും, പല സ്ഥലത്തുള്ള ആളായിരിക്കും. പിന്നെ എക്സാമിന് പോകുന്നവർക്ക് ഇത് നെഗറ്റീവ് കളയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവർ ഇതെല്ലാം ഓരോ വശത്തുള്ള ഓരോ ഈ നമ്മുടെ 7 ചക്രാസിൽ 6 ചക്ര ഉണ്ടാവുള്ളൂ. 7ാമത്തെ ചക്ര നെഗറ്റീവ് ഒന്നും പറ്റില്ല. അത് ബ്രഹ്മാണ്ടാണ്, അതിലേക്കൊന്നും വരില്ല. പക്ഷേ സഹസ്രാരം എന്ന് പറയും അതിന്. അപ്പോൾ ഓരോ ചക്രാലും നെഗറ്റീവ് ഇങ്ങനെ മാറ്റി 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 നമ്മൾ ചെയ്യും. ചിലർ ഒറ്റ ദിവസം കൊണ്ട് തീരും, ചിലർ തീരില്ല. തീർന്നാലും തീർന്നില്ലെങ്കിൽ നമ്മൾ ഈ പരീക്ഷ ദിവസങ്ങളിലൊക്കെ റേക്ക് ചെയ്യും. കാരണം ഇവർ പരീക്ഷയ്ക്ക് പോകണതല്ലേ. ആ സമയത്തൊക്കെ നമ്മൾ ഇവർക്ക് വേണ്ടിയിട്ട് ഇവരിലേക്ക് ഇങ്ങനെ പോസിറ്റീവ് എനർജി വിട്ടുകൊണ്ടിരിക്കും. അത് റേക്ക് പഠിച്ചവർക്കറിയാം. കാരണം നമ്മൾ പ്രപഞ്ചത്തിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് അത് നമ്മുടെ കൈകളിൽ കൂടി നല്ല വൈബ്രേഷൻ ആയിരിക്കും. അതിനിങ്ങനെ നമ്മൾ സെക്കൻഡ് ഇതിൽ കൂടി ഒരു ഇതുണ്ട്, ഡിസ്റ്റൻസ് ഹീൽ ചെയ്ത് കൊടുക്കുമ്പോൾ ഇവർക്കൊരു ഉഷാറാണ്, അവർ പരീക്ഷ എഴുതും. പക്ഷെ എല്ലാവർക്കും നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ വർഷങ്ങളായിട്ട് ചെയ്യുന്നതാ. അത് ശരി. ഇപ്പം നമ്മൾ എക്സാമിന്റെ കാര്യമാണ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ഇതുപോലെ തന്നെ ഈ ആങ്സൈറ്റി ഇഷ്യൂ ഒക്കെ ഉള്ള ആൾക്കാരുണ്ടാവില്ല, പല കാര്യങ്ങളിൽ പേടിയുള്ള, ഓവറായിട്ടുള്ള ആങ്സൈറ്റി, ഹൈറ്റിനെ പേടിയുള്ളവര്, ഇരുട്ടിനെ പേടിയുള്ളവര്, അതുപോലെ പല കാര്യങ്ങൾക്കും ഇങ്ങനെ ട്രോമാസ് ഒക്കെ ഉള്ളത്, അവർക്കൊക്കെ ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ അവരുടെ ഫോട്ടോയും കാര്യങ്ങളും അപ്പോൾ നേരിട്ട് വരികയാണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ട് വരേണ്ടി വരും. പക്ഷെ നേരിട്ട് വന്ന് നമുക്ക് സമയം വേണ്ടേ ഇരിക്കാൻ. ഇതിനൊക്കെ മണിക്കൂറുകൾ പിടിക്കും. ഞാൻ സാധാരണ 3 മണിക്ക് എഴുന്നേൽക്കും. രാവിലെ 3 മണിക്ക് എഴുന്നേറ്റാണ് ഇതൊക്കെ ചെയ്യണത്. കാരണം 5:30 തുടങ്ങി എനിക്ക് കോൾ വന്നു തുടങ്ങും.
അത് ശരി. പല സ്ഥലത്തു നിന്ന് ആൾക്കാർ വിളിക്കുമല്ലോ, പുറമേയുള്ള ആൾക്കാരൊക്കെ വിളിക്കുമ്പോഴേ. അപ്പോൾ ഈ ഫോണൊക്കെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ്, നമ്മുടെ കോൺസെൻട്രേഷൻ പോകും. സൈലന്റ് ആയിട്ടിരുന്നിട്ട് വേണം ചെയ്യാൻ. ആ സമയത്ത് ഈ 5:30 വരെ ഒരു മനുഷ്യനും വിളിക്കില്ല, വളരെ സൈലന്റ് ആയിരിക്കും. വീട്ടിൽ ആരും എഴുന്നേൽക്കില്ല. അപ്പോൾ ആ സമയത്ത് ഇരുന്ന് നമ്മൾ ഇവർക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മൾ റേക്കി ഹീലിങ്, അത് കുളിക്കണമെന്നോ ഒന്നുമില്ല റേക്കി ചെയ്യാനായിട്ട്. നമ്മുടെ മനസ്സുകൊണ്ട് ശുദ്ധമാവുക. നമ്മൾ കല്ലുപ്പാണ് പ്രധാനം. കല്ലുപ്പ് കൊണ്ടുവച്ചിട്ട് നമ്മൾ ഇതിലേക്ക് റേക്ക് ചെയ്യും. ഒറ്റ ദിവസം കൊണ്ട് അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഇവരുടെ നെഗറ്റീവൊക്കെ മാറ്റി കുട്ടികളുടെയൊക്കെ ഒരു ദിവസം കൊണ്ട് മാറ്റാം. ഈ ഫാമിലി ഇഷ്യൂ വരും, ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഇഷ്യൂ വരും, ഈഗോ, അവർ വരുമ്പോഴാണ് നമുക്ക് 2 പേരുടെയും ഹീൽ ചെയ്ത് മാറ്റേണ്ടി വരും. പിന്നെ അമ്മായിയമ്മ വരുമ്പോൾ അതൊക്കെ ചെയ്യും, അതൊക്കെ ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പം അങ്ങനെ പിന്നെ കണ്ണ് ദൃഷ്ടി വരും ചിലർക്ക്, ദൃഷ്ടിദോഷം, അതൊക്കെ ഇതിപ്പോൾ മാറ്റാൻ പറ്റും, റേക്കി കൊണ്ട് മാറ്റാൻ പറ്റും. ഇപ്പോൾ ഭക്ഷണം നല്ലോണം കഴിച്ചൊരു കുട്ടി ഭക്ഷണം കഴിക്കാൻ പറ്റണില്ല, ഒന്നും കഴിക്കില്ല. അങ്ങനെ വരുമ്പോൾ നമുക്ക് അവർക്ക് ഉപ്പൊക്കെ വെച്ചിട്ട് ജപിച്ച് റേക്കിയൊക്കെ ചെയ്ത് അവരുടെ ഇതൊക്കെ മാറ്റി അവരുടെ മണിപൂര ചക്രമൊക്കെ ക്ലിയർ ചെയ്ത്, മണിപൂര ചക്രയുടെ വയറ് അവിടെയാണ് ഇതൊക്കെ ഭക്ഷണത്തിൻ്റെ. അപ്പോൾ അതൊക്കെ ക്ലിയർ ചെയ്ത് അവർക്ക് ഉപ്പൊക്കെ കൊടുത്തു കഴിയുമ്പോൾ, ഉപ്പൊക്കെ ജപിച്ച് കൊടുത്തു കഴിയുമ്പോൾ അത് നാരങ്ങ വെള്ളത്തിലിട്ട് കുടിച്ച് കഴിയുമ്പോൾ മാറും. അപ്പോൾ എനിക്കൊരു സംശയമുണ്ട്, അതായത് ഇതൊക്കെ നമ്മൾ ആ ഒരു വ്യക്തി അറിഞ്ഞിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ ഒരാൾക്ക് നമ്മൾ അറിയാതെ ഒരു ഹീലിംഗ്, അവർ ഒരു കാര്യം ഹീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സാധിക്കും? അല്ല, അത് ഇപ്പോൾ അവരുടെ ബന്ധുക്കൾ ആരെങ്കിലും പറയൂലോ, അറിയാൻ പറ്റും. അറിയാണ്ടല്ലേ ചെയ്യണത് ഹീലിങ്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് പ്രശ്നത്തിലൊക്കെ നമ്മൾ അറിയാണ്ടല്ലേ ചെയ്യണത്. അമ്മായിയമ്മ മരുമകൾ അത് അറിയാണ്ടല്ലേ ചെയ്യണത്. പിന്നെ അമ്മയും മക്കളും തമ്മിൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും, അതൊക്കെ നമ്മൾ അറിയാണ്ട് ചെയ്യണത്. പക്ഷെ ആരെങ്കിലും ഒരാൾ അറിയണം, ഫോട്ടോ തരണ്ടേ. ഈ വ്യക്തിയെ കാണാതെ നമ്മൾ ചെയ്യണ എങ്ങനെയാ, അതിന് സങ്കല്പിച്ച് ചെയ്യണം. ഇപ്പൊ എനിക്കോ അല്ലെങ്കിൽ എന്റെ കൂട്ടത്തിലുള്ള, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു എന്റെ സിസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്റെ ബ്രദർ ആണെന്നുണ്ടെങ്കിൽ, എനിക്ക് അദ്ദേഹത്തിന് ഒരു മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ മാഡത്തിന്റെ അടുത്ത് ഞാൻ വന്നാൽ മതിയോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. വരണ്ട, ഫോട്ടോ തന്നാ മതി. ആള് വരണ്ട. കാരണം ഇത് ചെയ്യുന്ന സമയത്ത് വേറെ ആളെടുത്ത് അവരിലേക്ക് നെഗറ്റീവ് കയറി പിടിക്കും. നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് വേണം ചെയ്യാൻ, ഒറ്റയ്ക്ക് റൂമിലിരുന്നേ ചെയ്യുള്ളൂ ഇതൊക്കെ. ഹീലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചെറിയ വെളിച്ചം ഉണ്ടാവും, വിളക്ക് വേണ്ട, എന്തെങ്കിലും ലൈറ്റൊക്കെ ഇട്ടിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്നത്, ഇരുട്ടത്തി ചെയ്യാറില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഹീൽ ചെയ്യുമ്പോൾ വേറൊരാളുണ്ടെങ്കിൽ അവരിലേക്ക് വരില്ലത്, അവരിലേക്ക് നെഗറ്റീവ് കയറുമല്ലോ. അപ്പോൾ അത്രത്തോളം പോസിറ്റീവ് ആയിരിക്കണം ആള്, എങ്കിൽ കുഴപ്പമില്ല. അതെ. അതുപോലെ നമുക്ക് പലപ്പോഴും പല വ്യക്തികളിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ് ഈ ആൻസെസ്ട്രൽ ട്രോമാസ്. അത് ഇവർക്ക് ദോഷമായിട്ട് വരുന്നത് ചിലപ്പം മാതാപിതാക്കളുടെ ആവാം, അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻസിൻ്റെ ആവാം. അവരുടെയൊക്കെ ഈ ആൻസെസ്ട്രൽ ട്രോമാസ് ഇവർക്ക്, അതായത് ഒരു കൊച്ചുമകൾക്കോ മകനോ അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളായിട്ട് കാണാറുണ്ട്. ചിലപ്പോൾ മാനസിക പ്രശ്നമായിരിക്കാം, ശരീരത്തിലുണ്ടാകുന്നൊരു കുഴപ്പമായിരിക്കാം. അതൊക്കെ റേക്കിയിൽ അതിൻ്റെ ത്രെഡ് കട്ട് ചെയ്ത് വിടുന്നൊരു സിസ്റ്റം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അത് അത്രത്തോളം സക്സസ് ആവാറില്ല, അത് പറിച്ചിട്ടുള്ളൂ. അതിന് വല്ല പൂജ ഹോമമൊക്കെ ചെയ്യേണ്ടി വരും. ഇപ്പോൾ സർപ്പദോഷമുള്ള ഒരാൾക്ക്, ഇപ്പോൾ പണ്ട് കൃഷിക്കാരൊക്കെ ആയിരിക്കും, അപ്പോൾ അവിടെയൊക്കെ ഈ ഇണനാഗങ്ങളെ കൊന്നിട്ടുണ്ടാവും. അവരത് നോക്കൂല്ലോ കളയ്ക്കുന്ന ആൾക്കാർ. ഈ ദോഷം ഈ ഉടമസ്ഥനാണ് വരിക, ഈ കുടുംബത്തിലെ ആൾക്ക്. അപ്പോൾ അവർക്ക് സർപ്പദോഷം വരും. സർപ്പദോഷം, സർപ്പശാപം വരുമ്പോൾ ദേഹത്ത് പാടുകൾ വരിക, സർപ്പം, രക്ഷസ്, ഇതൊക്കെ ഭയങ്കര പ്രശ്നമാണ്. രക്ഷസും സർപ്പവും പ്രസാദിച്ച നമ്മളെല്ലായി അത് ഉണ്ടാവില്ല. രക്ഷസ് എന്ന് പറഞ്ഞാൽ ബാധ വരും ചിലപ്പോൾ. അപ്പോൾ ഈ പൂർവികമായിട്ട് ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിലും ആ വീട്ടിലിപ്പോൾ ആത്മഹത്യയോ, അപ്പോൾ നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ ആരും ഇല്ലാട്ടോ തോന്നും. പിന്നെ അന്വേഷിച്ച് പറയുമ്പോൾ ശരിയാ, ഇന്നാൾ വെള്ളത്തിൽ പോയിട്ടുണ്ട്, അങ്ങനെ വരും. അങ്ങനെ വരിക. പിന്നെ അതുപോലെ തന്നെ ഈ സർപ്പത്തിനെ കൊന്നിട്ട് സർപ്പദോഷം, ജാതകം നോക്കുമ്പോൾ അറിയാം നമുക്ക് സർപ്പശാപാണോ, കല്യാണം നടക്കൂല, കുട്ടികളുണ്ടാവില്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിനൊന്നും ബ്രേക്ക് ചെയ്താൽ പോരാ. അതിനൊക്കെ നമ്മൾ വിവരമുള്ള ആൾക്കാരെ പരിഹാരങ്ങൾ ചെയ്താലേ മാത്രമേ മാറുള്ളൂ. ഇപ്പൊ ഒരു കുട്ടി പേടിച്ചു എന്നായിരിക്കാം, ഇപ്പൊ എന്തെങ്കിലും കണ്ട് പേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് റേക്ക് ചെയ്ത് മാറ്റാം. ഇപ്പൊ എന്തെങ്കിലും പോണ വഴിക്ക് ഇപ്പോൾ റെയിൽ ട്രാക്ക് ഇപ്പോൾ ഒരു ആക്സിഡന്റ് കണ്ട് പേടിച്ചു, പിന്നെ ആ കുട്ടി ആകെ വിഷമായി, ഈ മൈൻഡേ അല്ല, അതിനൊക്കെ നമുക്ക് റേക്ക് ചെയ്ത് ട്രീറ്റ് ചെയ്യാം. അല്ലാതെ ഇങ്ങനെ പാരമ്പര്യമായിട്ടും ആൻസിസ്റ്ററായിട്ട് വന്നിരിക്കുന്ന ദോഷങ്ങളെ മാറ്റാനൊന്നും റേക്കിംഗ് കൊണ്ട് പറ്റില്ല. അതുപോലെ റേക്കിയിൽ ഒരുപാട് ക്രിസ്റ്റൽസ് ഉണ്ട്, ക്രിസ്റ്റൽ വെച്ച് ഹീൽ ചെയ്യാറുണ്ട്. അതെ അതെ. അതെങ്ങനെയാണ്? ക്രിസ്റ്റല് നമ്മൾ ഏറ്റവും വലിയ ക്രിസ്റ്റലാണ് കല്ലുപ്പ്. ശരി. കല്ലുപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കല്ലുപ്പ് വെച്ച് ചെയ്യാം. പിന്നെ ക്രിസ്റ്റൽ ഞാനതൊന്നും ഉപയോഗിക്കാറില്ല സാധാരണ. ഞാൻ കല്ലുപ്പ് വെച്ച് ചെയ്യാറുള്ളൂ. പിന്നെ അതിനൊക്കെ ഏക്കാതിരിക്കാനായിട്ട് പിന്നെ ഇത് മാലകളൊക്കെ ഉണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. പലതരത്തിലുള്ള ക്രിസ്റ്റൽസ് ഉണ്ട്. പിന്നെ ധനം ഉണ്ടാവാനായിട്ടുള്ള ക്രിസ്റ്റല്, ധനം ആകർഷിക്കാൻ ക്രിസ്റ്റൽ ഉണ്ട്. അത് പിരമിഡ് പോലത്തെ ഉണ്ട്, മേരു പോലെ ഇരിക്കും, അതുണ്ട്.
പിന്നെ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ അതിനകത്തുണ്ട്. പിന്നെ ബ്രേസ്ലെറ്റ് മണി ബ്രേസ്ലെറ്റ് അങ്ങനത്തെ അതെ ബ്രേസ്ലെറ്റുകൾ മണി മാഗ്നറ്റോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെയൊക്കെ ഇങ്ങനെ. ഉണ്ട്. അതൊക്കെ ഡിവൈൻ ഹിന്ദുവിൻ്റെ നല്ലതാണ് എൻ്റെ അഭിപ്രായം. ഇതൊക്കെ നമുക്ക് എനർജൈസ് ചെയ്ത് എനർജീസ് കൊടുക്കാൻ ചെയ്തിട്ട് വേണ്ട ഉപയോഗിക്കാൻ. ഇപ്പം നമ്മളിപ്പോൾ ഒരാൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ആളുടെ പേര് നക്ഷത്രമൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ഇതിന് നമ്മൾ എനർജൈസ് ചെയ്യണം. എനർജൈസ് ചെയ്താൽ പവർ വരുത്തിട്ട് കൊടുത്താലേ കാര്യം. അങ്ങനെ അമ്മ ചെയ്യാറുണ്ട്. അതായത് മണി മാഗ്നറ്റ്, മണിയുടെ പ്രശ്നങ്ങൾ മാറാൻ, മണിയുടെ പ്രശ്നം മാറാനും, അതുപോലെ ഇതുപോലെ മാനസിക പ്രശ്നങ്ങൾ, ടെൻഷൻസ്. ഇപ്പോൾ പെട്ടെന്ന് ഇതൊക്കെ മേടിക്കാൻ പറ്റാത്തവർക്ക് ചരടി ജപിച്ചു കൊടുക്കും ധനം ഉണ്ടാവാൻ. അല്ല ഇപ്പൊ ഇതുപോലെ ഒരുപാട് ഓൺലൈനിൽ കാണാറുണ്ടല്ലോ. ഓൺലൈനിനെ പറ്റി എനിക്ക് അറിഞ്ഞൂടാ, എങ്ങനെ ചിലപ്പോൾ നല്ലതായിരിക്കാം, അറിഞ്ഞൂടാ. ഡിവൈൻ ഹിന്ദുവിൻ്റെ നല്ലതാ കരിമണിമാല. കരിമണിമാല പട്ട് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ് എനർജി. പിന്നെ കാറ്റ്സ് ഐ അങ്ങനത്തെ ഒക്കെ ഉള്ളേ, ഇതൊക്കെ റേക്കിയിൽ പറഞ്ഞിട്ടുള്ളതാണോ? റേക്കിൽ അതൊക്കെ ഇപ്പോൾ ഉണ്ടായിരിക്കണത് അതൊക്കെ ആണ്. ശരിക്കും പറയുകയാണെങ്കിൽ കല്ലുപ്പാണ് ഇതിൻ്റെ. പിന്നെ ക്രിസ്റ്റലുകളൊക്കെ നല്ലതാണ്. പിരമിഡുകൾ, ക്രിസ്റ്റലുകളൊക്കെ റേക്കിയിലുള്ളത് തന്നെയാണെന്നാണ് പറയണത്. ഞാൻ കല്ലുപ്പ് വെച്ചാൽ ചെയ്യാറ്. ഓരോരുത്തരുടെ രീതിയല്ലേ. അതെ, ഓരോരുത്തർക്ക് ഓരോ രീതിയാണ്. അതെ. പിന്നെ ഇതൊക്കെ ധരിക്കണമെന്ന് വെച്ചാൽ നെഗറ്റീവ് എനർജി, കരിമണിമാല, കരിമണിയുടെ ബ്രേസ്ലെറ്റ് ഇടുന്നത് നെഗറ്റീവ് എനർജി നമ്മളിലേക്ക് വരാതിരിക്കാൻ. അതൊരു പ്രൊട്ടക്ഷൻ. ഇപ്പം നമ്മൾ എവിടെയും പോയി കഴിയുമ്പോൾ ഒരു ബോഡി കണ്ടു, പേടിച്ചു, അയ്യോ, അത് വരില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ. പഴയ കാലത്ത് ഇരുമ്പിൻ്റെ സാധനം കൊടുക്കും കയ്യിൽ. ഗർഭിണികൾ, ഋതുവായ സ്ത്രീകൾക്കൊക്കെ ഇരുമ്പിൻ്റെ ഇതും കൊടുക്കും. ഇപ്പം അതൊന്നുമില്ല, അതിനാണ് ഇതൊക്കെ ഇടുന്നത്. ഇപ്പം നമ്മൾ ഒരിക്കൽ ഇതുപോലെ ഒരു ക്രിസ്റ്റൽ എനർജൈസ് ചെയ്തിട്ടു, അതിനൊരു കാലാവധിയോ അല്ലെങ്കിൽ ഇത്ര കാലം കഴിഞ്ഞിട്ട് അത് പിന്നെയും എനർജൈസ് ചെയ്യണം എന്നൊക്കെ അങ്ങനെ എന്തെങ്കിലും? സാധാരണ ഒരു വർഷം കഴിയുമ്പോഴൊക്കെ എനർജൈസ് ചെയ്താൽ മതി. അത് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുമോ? സ്വന്തമായിട്ട് അറിയണ്ടേ? അറിഞ്ഞാൽ ചെയ്യാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അവരുടെ അടുത്ത് ചെയ്ത് കൊടുത്തവരടുത്ത് പോകും. ഏലസ് ഉണ്ടല്ലോ നമ്മൾ പ്രൊട്ടക്ഷൻ ആയിട്ട് കൊടുക്കുന്നത്. ഏലസ്, ആ ഏലസ് വെള്ളി കൊണ്ടും സ്വർണം കൊണ്ടും ഏലസ് ഉണ്ടാവും. അതൊക്കെ വളരെ പവറാണ് കേട്ടോ. ഈ മാലകളെക്കാളും നല്ലതാണ് ഏലസ്. കാരണം അതിൽ അതായത് മന്ത്രങ്ങളൊക്കെ എഴുതിയ തകിട് വാങ്ങിച്ച് പഞ്ചവ്യത്തിന് 40 മിനിറ്റ് ശുദ്ധീകരിച്ച് അതിൽ പേരുന്നാളെഴുതി ആ മന്ത്രം എഴുതി അതിന് 15,000 അല്ലെങ്കിൽ 30,000 രൂപ ജപിക്കണം. എങ്കിൽ മാത്രമേ അതിന് ഫലമുള്ളൂ. വെറുതെ ഏലസിട്ട് കാര്യമില്ല. അപ്പം അത് ആ ഇതിനെ ഇതാക്കി അതിനുള്ളിലേക്കിട്ട് കൂട്ടിലേക്കിട്ട് കഴുത്തിൽ ധരിച്ചാൽ ഞാൻ കൊടുക്കുന്ന ഏകദേശം 5 വർഷം വരെ ഒരു പ്രശ്നം ഉണ്ടാവാറില്ല. കുഴപ്പമുണ്ടാവില്ല. പിന്നെ പൂജിച്ചാൽ മതി, താഴെ വീഴരുത്. അതൊരു കണ്ടീഷനുണ്ട്. അപ്പോൾ ഈ റേക്കി എന്ന് പറയുന്ന ആ ഒരു കാര്യത്തിൽ നമുക്ക് കുറേ പ്രശ്നങ്ങൾ നമ്മുടെ മാറ്റാൻ പറ്റും. കുറേ പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റുന്നുണ്ട്. മാനസികമായ പ്രശ്നങ്ങളെല്ലാം മാറാൻ റേക്കിക്ക് പറ്റും. അത് അമ്മയുടെ അടുത്ത് വരണമെന്ന് തന്നെ ഇല്ല, നമുക്ക് ഫോട്ടോ കിട്ടിയാലും മതി. അതായത് ഡിസ്റ്റന്റ് ഹീലിംഗ് മതി. ഡിസ്റ്റന്റ് ഹീലിംഗ് കൂടി ചെയ്യാം. ഇപ്പോൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ സ്കോട്ട്ലാൻഡിൽ ഒരു കുട്ടിക്ക് പരീക്ഷയ്ക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ പോകാൻ പറ്റുമോ? അവർക്ക് ഇങ്ങോട്ട് വരാൻ പറ്റുമോ? അപ്പോൾ അവരുടെ ഫോട്ടോ വെച്ച് നമ്മൾ എനർജി ചെയ്യുമ്പോൾ അവർക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അതൊക്കെ ചെയ്യാറുണ്ട്.